ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കൗൺസിലർമാർ ഉൾപ്പെടെ എല്ലാവർക്കും അറിവുള്ളതാണ്. ആയത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ തയ്യാറാക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്നത്തെ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് ചെയർമാൻ മുഹമ്മദ് ഇല്യാസ് സാറാണ്. സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദറാണ്. മാമിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കരട് പദ്ധതിരേഖ അവതരിപ്പിക്കുന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാസില അക്സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസകൾ അർപ്പിക്കുന്ന എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും ബഹുമാനരായ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നഗരസഭയിലെ ഉദ്യോഗസ്ഥര്, നഗരസഭയിലെ അംഗങ്ങള്, വർക്കിംഗ് ഗ്രൂപ്പിലെ അംഗങ്ങള്, വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻമാരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സാമ്പത്തിക വർഷത്തെ ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന സെമിനാറിലാണ് നാമെല്ലാം പങ്കെടുക്കുന്നത്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനിയായ ചെയർമാൻ സുഹറ അബ്ദുൽ ഖാദർ, സ്വാഗതം ആശംസിച്ച നമ്മുടെ സെക്രട്ടറി നാൻസി വർഗീസ്, പാർലമെന്ററി പാർട്ടി അംഗങ്ങളായ ശ്രീ നാസർ ഒല്ലൂപ്പറമ്പിൽ, ശ്രീ അനസ് അറയും, അബ്ദുൽ ലത്തീഫ്, ഫാസില അഫ്സാർ, ഷഫിന അമീൻ, ലീന ജെയിംസ്, റുബിന, സുനിത, സിയാദ് എസ് കെ, പ്രിയപ്പെട്ട നികുതിയുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. 9 വർഷം മാത്രം പഴക്കമുള്ള ഒരു നഗരസഭ എന്ന നിലയിൽ ഈരാറ്റുപേട്ടയിൽ ഒട്ടേറെ പരിമിതികളുള്ള വളരെ കുറഞ്ഞ ഭൂവിസ്തൃതിയും ഏതാണ്ട് നാടിന്റെ 70% റോഡുകൾ വരുന്നത് കൊണ്ടും ബാക്കിയുള്ള 10-15% നദികളും തോടുകളും വരുന്നതുകൊണ്ടും ബാക്കിയുള്ള ഭൂപ്രദേശം മാത്രമാണ് വികസനവുമായി ബന്ധപ്പെട്ട് റോഡ്, പാലം എന്നുവേണ്ട മറ്റിതര ഗ്രൗണ്ടുകൾ ഉൾപ്പെടെയുള്ള നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് വരുന്നത്. മറ്റിതര നഗരസഭയിൽ വ്യത്യസ്തമായി മറ്റിതര നഗരസഭയിൽ സെന്റിന് വില പറയുമ്പോൾ ഈരാറ്റുപേട്ടയിൽ സ്ക്വയർ ഫീറ്റിന് വില പറയുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. കഴിഞ്ഞ കൗൺസിൽ നമ്മൾ തീരുമാനമെടുത്തു ഈരാറ്റുപേട്ട നഗരസഭയുമായി ബന്ധപ്പെട്ട് സബ് സെന്റർ, അംഗൻവാടി, മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലങ്ങൾ ലഭിക്കണമെങ്കിൽ നിലവിലുള്ള ഈരാറ്റുപേട്ട നഗരസഭയിലെ വില്ലേജ് അടിസ്ഥാനത്തിലുള്ള ഫെയർ വാല്യൂ വെച്ച് ഒരു കാരണവശാലും ഭൂവുടമകളും സ്ഥലം ലഭിക്കാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ പ്രത്യേക പാക്കേജിൽപ്പെടുത്തി കമ്പോള വില നിശ്ചയിച്ചുകൊണ്ട് സ്ഥലങ്ങൾ വാങ്ങുവാൻ അനുവാദം ലഭിക്കണമെന്ന് നാം നിരന്തരമായി ആവശ്യപ്പെടുന്നെങ്കിലും ഒരിക്കൽ കൂടി ഈരാറ്റുപേട്ട നഗരസഭ തീരുമാനമെടുത്ത് കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിലയിൽ ഒരു കാരണവശാലും നമ്മുടെ അംഗനവാടികൾക്കോ സബ് സെന്ററുകൾക്കോ മാലിന്യ നിർമ്മാർജ്ജന പ്രോജക്റ്റുകൾക്കോ ഈരാറ്റുപേട്ടയിലെ സ്ഥല ഉടമകളിൽ സ്ഥലം ലഭിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് വികസന പാന്താവിൽ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ഭാഗികമായിട്ട് കഴിയാതെ പോയത്. നാം ഈ ഭരണസമിതി അധികാരം ഏറ്റെടുക്കുമ്പോൾ നാം പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ മുഴുവൻ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും കാരക്കാട് റോഡ് തുടങ്ങി മണ്ണക്കര റോഡും എക്കെ അറിയപ്പെടുന്ന ഇലകെ ബമ്പൂസ് റോഡും മാതാക്കൽ റോഡും പോലീസ് സ്റ്റേഷൻ റോഡും വാക്കാപ്പുറം റോഡും ജവാൻ റോഡും തടവനാട് റോഡും സഫ അഫ റോഡും കുഴുവേലി റോഡും അടക്കം അവിടെ കൊട്ടുവാപ്പൽ റോഡ് അടക്കം ഏതാണ്ട് 11ഓളം റോഡുകൾ MP-യുടെയും MLA-യുടെയും നഗരസഭയുടെയും അത് ഭൂരിപക്ഷം ഫണ്ട് നഗരസഭയിൽപ്പെടുത്തി നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അവ വീണ്ടും പൊളിഞ്ഞ് പൊട്ടുവാൻ തുടങ്ങുമെങ്കിൽ പോലും ഈ നഗരസഭയിലെ പ്രധാനപ്പെട്ട പൊതു റോഡുകളെല്ലാം നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. ഈരാറ്റുപേട്ടയിൽ നമുക്ക് 2 വെൽനസ് സെന്ററുകൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ വെൽനസ് സെന്റർ ആദ്യം ആരംഭിച്ച നഗരസഭയാണ് ഈരാറ്റുപേട്ട. 2 വെൽനസ് സെന്റർ പൂർത്തിയാക്കിയ കോട്ടയം ജില്ലയിൽ ഏക നഗരസഭ നമ്മുടേതുമാണ്. ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് 4 വർഷത്തിന്റെ ശ്രമഫലമായി നമുക്ക് പഴയ കെട്ടിടം പൊളിച്ച്
പുതിയ കെട്ടിടം പണിയുവാനുള്ള പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കുവാൻ കഴിഞ്ഞു. അത് പൊളിക്കുവാനുള്ള ടെൻഡർ കൊടുത്തു. അത് ഏതാണ്ട് ഒരു മാസത്തിൽ പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം തറക്കല്ലിടാമെന്ന് വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രോജക്റ്റാണ്. 23 കോടിയുടെ പ്രോജക്റ്റ് ആയതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയുള്ള സഹകരണമുള്ള പ്രൈവറ്റ് ഏജൻസികളിൽ നിന്നും ഗവൺമെന്റ് അപ്രൂവ്ഡ് ഏജൻസികളിൽ നിന്നും നമുക്ക് പണം ലഭിച്ചാൽ മാത്രമേ പൂർത്തിയാക്കാൻ കഴിയൂ. അതുമായി ബന്ധപ്പെട്ട കാര്യം നഗരസഭ നീങ്ങുകയാണ്. ഇരാറ്റുപേട്ട PGC സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു എക്സ്റേ യൂണിറ്റ് തുടങ്ങുവാൻ തന്നെ 3 വർഷമായി പരിഹരിച്ചു വരികയാണ്. സർക്കാരിന്റെ നോംസ് അനുസരിച്ച് കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കി നമുക്ക് എക്സ്റേ യൂണിറ്റ് തുടങ്ങുവാൻ കഴിയും. ഇരാറ്റുപേട്ടയിൽ വളരെ അഭിമാനത്തോടുകൂടി ഒട്ടേറെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ട് തന്നെ ഇപ്പൊ കരുവാപ്പുഴയിൽ കഴിഞ്ഞ 14 വർഷക്കാലമായി ബസ് സ്റ്റാൻഡ് നിലനിൽക്കാത്ത കരുവാപ്പുഴയിൽ ഗുണാഹം എന്ന് പറയുന്ന അഗ്രികൾച്ചർ സ്പൈസ് മാർക്കറ്റ് തറക്കല്ലിട്ടു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തറക്കല്ലിട്ടു. ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രി അധ്യക്ഷനായി പങ്കെടുത്ത നല്ലൊരു മീറ്റിംഗ് നടത്തി നമ്മളൊരു പരിപാടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 1-ാം വാർഡിലെ മെമ്പർ സജീർ ഇസ്മായിൽ നിർദ്ദേശമനുസരിച്ച് 70 സെന്റ് സ്ഥലം അതോടനുബന്ധിച്ച് അക്വേറി എടുക്കുവാനുള്ള പ്രാഥമിക ഘട്ട ചർച്ചയിൽ പ്രാഥമിക തീരുമാനം 2022 എടുത്തെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട പേപ്പറിൽ ഇപ്പോഴും പാലാ താലൂക്ക് ഓഫീസിൽ വിശ്രമിക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുവാൻ അതിശക്തമായ തീരുമാനം ഭരണസമിതി എടുത്തിട്ടുണ്ട്. അതുമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. നമ്മുടെ അവസാന വർഷ ബഡ്ജറ്റും അവസാന വർഷ പദ്ധതിയും വികസന രേഖയുമാണ് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഈ നാട്ടിലെ റോഡ് കുടിവെള്ള പദ്ധതികളിൽ ഭാഗികമായിട്ടെല്ലാം 75-80% പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും പ്രോജക്റ്റുകൾ അവസാനിച്ചത് 3 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. ഏതാണ്ട് 1,80,00,000 രൂപയുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ളവ സ്ഥലത്തിന്റെ പരിമിതി കാരണവും ചില സാങ്കേതിക തടസ്സം കാരണമായി പക്ഷേ ഈ വർഷം പൂർത്തീകരിക്കാൻ കഴിയും. അപ്പം കുടിവെള്ളം, റോഡ്, വെളിച്ച മേഖലയിൽ എല്ലാ വർഷവും ഈ അവസാനവുമായി പോയി കിടക്കുന്ന എല്ലാ ബൾബുകളും പുനർനിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുനർപ്രകാശിപ്പിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കാൻ കഴിയുമ്പോൾ ഒരു നഗരസഭയ്ക്ക് ആവശ്യം വേണ്ട അത്യാവശ്യ അടിസ്ഥാന വിഷയങ്ങളിൽ നമുക്ക് മുന്നേറുവാൻ കഴിയുമെന്ന് വിശ്വസിക്കാം. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ വേണ്ടി റെഗുലേറ്റർ ബ്രിഡ്ജ് നമ്മുടെ സ്വപ്ന പദ്ധതിയിൽ ആദ്യം തന്നെ രേഖപ്പെടുത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ട് സർവേ നടന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയും. നമ്മുടെ തോടുകളുടെയും ആറുകളുടെയും ആടുമുട്ടി അവിടെ കിടക്കുന്ന എക്കൽ മാലിന്യവും മാറ്റുന്നതിനുള്ള വലിയ സംരംഭം നാം പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും സർക്കാരിന്റെയും കളക്ടറുടെയും റവന്യൂവിന്റെ അനുവാദം ലഭിക്കാത്തതുകൊണ്ട് ഇപ്പോൾ വന്നെടുത്ത വേസ്റ്റ് മാലിന്യങ്ങളും സ്വകാര്യ ഭൂവുടമകളുടെ ഭൂമിയിൽ വിശ്രമിക്കുന്നത് കൊണ്ട് 2-3 വർഷമായി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ണോ എക്കലോ നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വ്യസനകരമായ കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒത്തൊരുമിച്ച് പിടിച്ച് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി വരുന്ന 1 വർഷം കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുവാൻ അതിശക്തമായ ചർച്ചകൾ നിർദ്ദേശങ്ങൾ വരികയാണ്. വാർഡ് സഭകൾ ക്രോഡീകരിച്ചിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ പൊതുവായ നിർദ്ദേശങ്ങളും ഈ വികസന സെമിനാറിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും കൃത്യമായ ആശംസ നേർന്നുകൊണ്ടും ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ നഗരസഭാ ചെയർപേഴ്സൺ സൂറ അബ്ദുൽ കാമിൽ ക്ഷണിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ച നഗരസഭയുടെ സെക്രട്ടറി പ്രിയങ്കരിയായ നാക്സി, നമ്മുടെ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ എവരെയും അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രിയങ്കരിയായ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഫാസിൽ അഫ്സാർ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ഫസൽ റഷീദ്, ഷഫ്ന അമീന്, റിസ്വാന സവാദ്, ക്ഷേമകാര്യ ചെയർമാൻ PM അബ്ദുൽ ഖാദർ ഉൾപ്പെടെയുള്ള മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, എന്റെ സഹ കൗൺസിലർമാരായിട്ടുള്ള നാസർ വെള്ളുപറമ്പ്, പ്രിയങ്കരനായ അനസ് പാറയില്, പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ്, അതുപോലെ തന്നെ SK നൗഫല്, മറ്റ് കൗൺസിലേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ട നൗഫിയ ഇസ്മായില്, നീന ജെയിംസ്, റുബിന നാസർ, സുനിത ഇസ്മായില്, സിയാണൻ, അതുപോലെ തന്നെ സുനിൽ കുമാർ, അൻസർ പുള്ളൂരില്, ഡോക്ടർ സഹ്ല, അതുപോലെ നസീറ സുബൈർ ഉൾപ്പെടെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ട സഹ കൗൺസിലേഴ്സ്, ഇതിലെല്ലാം ഉപരി നമ്മുടെ 24-25 വാർഷിക പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ
പുതിയ പദ്ധതി നിർമ്മാണത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥര്, മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എത്തിച്ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കള്, അതുപോലെ തന്നെ ജീവനക്കാര്, നമ്മുടെ പ്രിയപ്പെട്ട അംഗനവാടി ആശാപ്രവർത്തകര്, കുടുംബശ്രീ, അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സന്നദ്ധ സംഘടന, നമ്മുടെ നെൽമക്കൂട്ടം എമർജൻസി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ, മറ്റ് നഗരസഭയുടെ പ്രിയപ്പെട്ട ജീവനക്കാരെ, ഈരാറ്റുപേട്ട നഗരസഭ 24-25 14ാം പഞ്ചവത്സര പദ്ധതി 25-26 വാർഷിക പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. 24-25 ഒരു അവലോകന യോഗവും കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയിരുന്നു. ഈ വർഷത്തെ ഈ 25-26 വാർഷിക പദ്ധതി എന്ന് പറയുന്നത് ഈ ഭരണസമിതിയുടെ ലാസ്റ്റ് സ്റ്റേജിലുള്ള ഒരു വികസന സെമിനാറാണ്. കാരണം നാളിതുവരെ 2020 ഫെബ്രുവരി 28/12/2020 ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഇനി ഈ ഒരു വികസന സെമിനാറോടുകൂടി ഞങ്ങളുടെ ടീമിലുള്ള പദ്ധതി നിർവഹണവും രൂപീകരണവും പരിസമാപിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഭരണസമിതിയാണ് നവംബർ മാസത്തോടുകൂടി പുതിയ ഭരണസമിതി അധികാരത്തിൽ വരികയും അതനുസരിച്ചായിരിക്കും വികസന സെമിനാർ. അപ്പൊ അതുകൊണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടും ഈ ഒരു വികസന സെമിനാറിന് കുറേയധികം എന്താ പറയുക ആശങ്കാജനകമായിട്ടുള്ള അല്ലെങ്കിൽ കാഴ്ചപ്പാടുള്ള ഒരു വികസന സെമിനാർ കൂടിയാണ്. നമ്മളെല്ലാ വാർഡുകളിലും വാർഡ് സഭകളെല്ലാം നടത്തി കഴിഞ്ഞു. വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടി എല്ലാ നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ചു. ഇപ്പൊ കരട് പദ്ധതിരേഖയാണ് നിങ്ങളുടെ കയ്യിലെല്ലാം കിട്ടിയിട്ടുള്ളത്. ആ കരട് പദ്ധതിരേഖ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കിയതിനു ശേഷം നമ്മുടെ ഈ ലാസ്റ്റത്തെ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായി അതിൽ എന്തെങ്കിലും തരത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരുമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തണം. ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വർഷത്തെ സമ്പൂർണ്ണമായിട്ടുള്ള സമ്പുഷ്ടമായിട്ടുള്ള ഒരു പദ്ധതി രേഖയായിരിക്കണം നമുക്ക് ഇവിടുന്ന് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയിലേക്ക് പോകുവാനായിട്ട് വേണ്ടിയത്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുപോലെ തന്നെ നാളിതുവരെ പദ്ധതി നിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ സേവന സഹകരണ പ്രവർത്തനങ്ങളും നിങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിന് നഗരസഭാ ചെയർപേഴ്സണില് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമ്മുടെ നഗരസഭയെ സംബന്ധിച്ച് വൈസ് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറഞ്ഞ വിസ്തൃതിയിൽ കൂടുതൽ ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഈ ഒരു നഗരസഭ ഏഷ്യയിൽ തന്നെ ഏറ്റവും ജനസാന്ദ്രതയിലുള്ളതും അതോടൊപ്പം തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും റോഡുകൾ ഉള്ളതുമായിട്ടുള്ള ഒരു നഗരസഭയാണ്. അതുകൊണ്ട് തന്നെ പല മേഖലയിലും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ എല്ലാം ഒത്തൊരുമയും കൂട്ടായ്മയും കൊണ്ട് ആ പ്രതിസന്ധിയെല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമുക്ക് ആരോഗ്യമുള്ള കുഞ്ഞാണ് ഒരു രാജ്യത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത്. ആരോഗ്യ മേഖലയിൽ വളരെ ഒരു കുതിച്ചുചാട്ടം ഈ ഭരണസമിതിക്ക് നടത്തുവാനായിട്ട് സാധിച്ചു. ആരോഗ്യ മേഖലയിലെ FHCയുടെ നവീകരണം ഉൾപ്പെടെ അവിടെ ലാബിന്റെ പുനഃസ്ഥാപനം ഉൾപ്പെടെ എക്സ്റേ യൂണിറ്റിന്റെ ഏറ്റവും അടുത്ത ഉദ്ഘാടനത്തിലേക്ക് എത്തി നിൽക്കുന്ന റേഡിയേഷൻ ഉൾപ്പെടെയുള്ള റേഡിയേഷൻ ഇല്ലാത്ത റൂം ഉൾപ്പെടെ നമ്മൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരു ഫൈനലിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ സബ് സെന്ററുകൾ ധാരാളമുണ്ട്. ആ സബ് സെന്ററുകൾക്ക് നമുക്ക് സ്ഥലം വാങ്ങിയാവുന്ന ആവശ്യത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ 6ഓളം ഉപകേന്ദ്രങ്ങളാണ് നമുക്ക് നഗരസഭയ്ക്കുള്ളത്. അപ്പോൾ അതിനെല്ലാം തന്നെ നമുക്ക് ഏകദേശം 2-3 സബ് സെന്ററുകൾക്ക് സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വേർവാലിയുമുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് നമുക്കൊരു പ്രത്യേക പാക്കേജായിട്ട് കമ്പോള വില അനുസരിച്ച് നമുക്ക് വാങ്ങുന്നതിനൊരു പെർമിഷൻ മേടിക്കുന്നതിന് ബഹുമാനപ്പെട്ട കളക്ടറെ ഞങ്ങൾ കാണുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും ഈ വർഷം കൊണ്ട് നമുക്ക് പൂർത്തീകരിച്ച് അതിന്റെ നിർമ്മാണങ്ങളെങ്കിലും നമുക്ക് നടത്തി വെച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ നമുക്കൊരു മെച്ചപ്പെട്ട ഒരു സേവനം സർവീസ് ജനങ്ങൾക്ക് എത്തിക്കുവാൻ സാധിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ 2 സബ് സെന്റർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലൂടെ 3 കരകളെയും ചുറ്റപ്പെട്ട ഈരാറ്റുപേട്ട എന്ന് പറയുന്ന കൊച്ചു നഗരത്തില് സബ് സെന്റർ ഓൾറെഡി നമുക്ക് FHC ഉണ്ട്. കൂടാതെ വന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അവിടെയും നമ്മൾ യാതൊരു രാഷ്ട്രീയ വേർതിരിവുമില്ലാതെ ഒന്ന് വടക്കേക്കരയ്ക്കും ഒന്ന് കിഴക്കേക്കരയ്ക്കും നൽകി കൂടുതൽ ചികിത്സാ മികവുന്ന ലക്ഷ്യത്തോടു കൂടി അവിടെയും നമ്മൾ ധാരാളം പേഷ്യൻസ് വന്നുപോയി അവർക്ക് സുഗമമായി വന്ന് വലിയ ചിലവില്ലാതെ വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നേടുവാനായിട്ട് ഇന്ന് ചികിത്സാ മേഖല ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ തന്നെ അവർക്ക് മെച്ചപ്പെട്ട സേവനം നൽകുവാനായിട്ട് നഗരസഭയ്ക്ക് സാധിച്ചു എന്നുള്ളതും ചാരിതാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. കൂടാതെ നമുക്ക് വിദ്യാഭ്യാസ മേഖല ആരോഗ്യത്തോടൊപ്പം വളരെയധികം പ്രാധാന്യമുള്ളതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം സമ്പുഷ്ടമാക്കണമെങ്കിൽ അത് സമ്പൂർണ്ണമാക്കണമെങ്കിൽ കടന്നു വരുന്ന ഓരോ കുഞ്ഞിനും അവര് ആ രീതിയിൽ അവർക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നമ്മൾ
ഗവൺമെന്റ് MLPS കവല സ്കൂളുമാണ്. ഈ രണ്ട് സ്കൂളുകളിലും എല്ലാ തരത്തിലുമുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, കുടിവെള്ളം ഉൾപ്പെടെയുള്ള സോഴ്സ് നമ്മൾ നൽകി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ അവിടുത്തെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കിക്കൊണ്ട് അവർക്ക് സുഗമമായി ഇരിക്കുവാനും കളിക്കുവാനും ഉള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഈ വർഷത്തെ പ്രോജക്റ്റിലൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ പരിഹരിക്കുന്നതാണ്. കൂടാതെ മുഴുവൻ എയ്ഡഡ് സ്കൂളുകളിലും കുടിവെള്ളം എന്ന സംവിധാനത്തിലേക്ക് നഗരസഭ എത്തി ആവശ്യത്തിനുള്ള ജല സോഴ്സ് അവിടെ നൽകി കഴിഞ്ഞു. അവിടെയെല്ലാം തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കൊക്കെ നഗരസഭയുടെ പരിമിതിയിലും നഗരസഭയ്ക്ക് നിയമ സംവിധാനങ്ങളിലൂടെ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നൽകി കഴിഞ്ഞു. കൂടാതെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നമ്മൾ നിന്നപ്പോഴാണ് നമ്മൾ ഹരിതകർമ്മസേനയിലൂടെ ഓരോ വീടുകളിലേക്കും അവരെ വിന്യസിച്ചുകൊണ്ട് ആദ്യമൊക്കെ എല്ലാവരും അവരെ തിരസ്കരിച്ചുവെങ്കിലും വീണ്ടും അവരെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സ്വീകരിച്ചുകൊണ്ട് മെച്ചപ്പെട്ട രീതിയിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ഞാൻ ഉത്പാദിപ്പിക്കുന്ന മാലിന്യം എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള വലിയ സന്ദേശങ്ങളും അവയർനെസ്സും ഒക്കെ ഞങ്ങൾ നൽകിക്കൊണ്ട് റിട്ടയർ ഉദ്യോഗസ്ഥരായിട്ടുള്ള നമ്മുടെ സലീം സാർ ഉൾപ്പെടെയുള്ള റിട്ടയർ തഹസിൽദാർമാരായിട്ടുള്ള 2 പേരെയും വെച്ചുകൊണ്ട് നമ്മളൊരു കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ നിർദ്ദേശങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ക്രോഡീകരിച്ചുകൊണ്ട് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വലിയ സേവനത്തിലൂടെ നമ്മൾ മെച്ചപ്പെട്ട സംവിധാനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. കൂടാതെ നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് ഹരിതകർമ്മസേനയിലൂടെ കളക്ട് ചെയ്ത് അത് നമ്മൾ CKCക്ക് കൈമാറിക്കൊണ്ടും എല്ലാ തലങ്ങളിലുമുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിന് നമ്മൾ അവരെ നല്ല രീതിയിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ നമ്മുടെ ഹെൽത്ത് സൂപ്പർവൈസർ നമ്മുടെ രാജൻ അവരുടെ നേതൃത്വത്തിൽ ആ ഒരു സംവിധാനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നിരുന്നാൽ പോലും വലിച്ചെറിയൽ സംസ്കാരം നമ്മളുടെ മലയാളിയുടെ ഒരു ഭാഗമാണ്. വാങ്ങൽ സംസ്കാരവും വലിച്ചെറിയൽ സംസ്കാരവും അതിൽ നിന്നിയും നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. ആറുകളും തോടുകളും കുളങ്ങളും എല്ലാം നഗരസഭ വിവിധ സംയോജിത പ്രോജക്റ്റിലൂടെ സൗന്ദര്യവൽക്കരണത്തിലൂടെ ഒക്കെ നമ്മൾ അത് നല്ല രീതിയിൽ നമ്മൾ മെച്ചപ്പെടുത്തുമ്പോൾ ആ വലിച്ചെറിയൽ സംസ്കാരത്തിൽ നമ്മൾ മാറണം. ശക്തമായ നടപടിയുമായിട്ട് ക്യാമറ സംവിധാനത്തിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുകയാണ്. അത് നമ്മളിലൂടെ തന്നെ മാറ്റിയെടുത്താൽ മാത്രമേ നമ്മുടെ നാട് സുന്ദര നാടായിട്ട് അല്ലെങ്കിൽ വൃത്തിയുള്ള നാട് സുന്ദര നാടെന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ പിതാമകന്മാർ നമ്മൾക്ക് കൈമാറിയിട്ടുള്ള ശുദ്ധമായ വായുവും വെള്ളവും വെളിച്ചവും നമ്മൾക്ക് അവകാശപ്പെട്ട പോലെ വരും തലമുറയ്ക്കും അവകാശമാണ്. അതവരിലേക്ക് കൈമാറേണ്ട വലിയൊരു ഉത്തരവാദിത്വവും നമ്മളിലുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായി നമ്മളെല്ലാവരും കൂട്ടായിട്ട് നിന്ന് ഓരോ വാർഡ് തലത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ നമ്മൾ സംയോജിച്ചു പോയാൽ മാത്രമേ നമ്മുടെ ഈ നാടിനെ ഇനിയും ഉണ്ടായിട്ടുള്ള മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മാലിന്യത്തിൽ നമുക്ക് സമ്പുഷ്ടമായിട്ട് നമുക്ക് പൂർത്തീകരണം നടത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്നേഹാരാമം പദ്ധതിയിലൂടെയൊക്കെ ധാരാളം പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ടൗൺ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് ധാരാളം പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നടപ്പിലാക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും ഇതിന്റെയും നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണല്ലേ, ഇതിന്റെ എല്ലാം നടത്തിപ്പുകാരൻ നമ്മളാണെന്നൊരു പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളിലേക്ക് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ നമ്മുടെ നാട്ടിലെ ഈ ഒരു പ്രതിസന്ധിയിൽ നമുക്ക് മുക്തമാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കുടിവെള്ളം വീട്ടമ്മമാരെ സംബന്ധിച്ച് വെള്ളവും വെളിച്ചവും വഴിയും ഉള്ളതുപോലെ കുടിവെള്ളത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ടൈഡ് ഫണ്ട് എന്ന് പറയുന്നത് 50% മാലിന്യ നിർമ്മാർജ്ജനത്തിനും 50% കുടിവെള്ളത്തിനുമുള്ളതാണ്. 50% കുടിവെള്ളം എന്ന് പറയുന്ന സംവിധാനത്തിന് 2,40,00,000 രൂപയുടെ കുടിവെള്ള പദ്ധതി ഇന്ന് രാവിലെ ഞാൻ എന്റെ നാട്ടിൽ ഒരു 7 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. കുടിവെള്ള പൈപ്പുകളൊക്കെ വലിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു അവബോധവും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്തൊക്കെ എത്തിച്ചേർന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടുകൊണ്ടാണ് ഈ വികസന സെമിനാറിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, കുടിവെള്ളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും വിശ്വാസികളാണ്. നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളത് ഇനിയുള്ള നാളുകൾ വെള്ളത്തിന് വേണ്ടിയായിരിക്കും യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം അമൂല്യമാണ്, അത് സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കുകയും വേണം. അത് നമ്മൾ ആ രീതിയിലുള്ള സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് നഗരസഭ മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കുടിവെള്ള സോഴ്സിൽ അമൃത് 2.0 എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നിങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിന് നമുക്ക് 20 കോടി രൂപ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചു കഴിഞ്ഞു. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും നഗരസഭ വിഹിതവും കൂടെ ചേർത്ത് നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് തയ്യാറാക്കി നടപ്പിലാക്കുന്ന ശ്രമത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മലങ്കര അണക്കെട്ടിൽ നിന്നും നമ്മൾ വെള്ളം നമ്മുടെ
ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രമുള്ള ഒരു സ്കീമാണ് ജലനിധി ജൽജീവൻ എന്ന് പറയുന്ന സംവിധാനം. അത് 2 നഗരസഭകൾ കൂടി നമ്മുടെ പ്രദേശത്തൂടെ കടന്നു പോകുന്നതുകൊണ്ടും ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം ഈരാറ്റുപേട്ടയിൽ ഉള്ളതുകൊണ്ടും മറ്റു സോഴ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും ബഹുമാനപ്പെട്ട MLA-യുടെയും MP-യുടെയും ഒക്കെ ശക്തമായ ഇടപെടലും നമ്മുടെ കൗൺസിലേഴ്സിന്റെയും ഒക്കെ ഇടപെടൽ കൊണ്ട് നമുക്ക് ആ ഒരു സംവിധാനം കൂടെ ലഭിച്ചു. അപ്പോൾ താമസമില്ല നമ്മുടെ ആ വെള്ള സോഴ്സ് നമ്മൾ തേവരുപാറയിൽ എത്തിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വാട്ടർ അതോറിറ്റിയുമായിട്ട് ചേർന്നുകൊണ്ട് ഇതിന്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ 1ാം ഘട്ടം നമ്മൾ നടപ്പിലാക്കുന്നത് 7ാം വാർഡ് മുതൽ 20ാം വാർഡ് വരെ ഏകദേശം 14 വാർഡ് ഉൾപ്പെടുന്ന ആ പ്രദേശത്തേക്കാണ് നമ്മുടെ കുടിവെള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഫിൽട്ടർ ചെയ്ത സുന്ദരമായ നല്ല വെള്ളമാണ് നമുക്ക് ലഭിക്കുക. കൂടാതെ തന്നെ 7-8 വാർഡിൽ ഇന്നിപ്പോൾ കുടിവെള്ളത്തിന്റെ സോഴ്സ് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ടർഫിന്റെ അവിടെ ഒരു കിണർ കുത്തി 2 ദിവസം കുടിവെള്ളവും മറ്റു ദിവസങ്ങളിൽ സാധാ വെള്ളവും എത്തിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ കുടിവെള്ളത്തിന്റെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ പിന്നെയുള്ളത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ്. റോഡുകളുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റോഡുകൾ ഈ ഭരണസമിതി കയറുമ്പോൾ 6 വലിയ റോഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മുൻകാലങ്ങളിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ട്. ഓരോ വാർഡിലേക്കും കുറച്ച് തുക വീതം നൽകിക്കൊണ്ട് ആ ഫണ്ടിനെ പിച്ചി ചിന്തുന്നതിന് പകരം പ്രധാനപ്പെട്ട പൊതു റോഡുകൾ ഈ ഭരണസമിതി ഏറ്റെടുത്തു. അതിൽ 6 പൊതു റോഡുകൾ ഉണ്ടായിരുന്നു. നഗരസഭാ വിഹിതം ആ വർഷത്തെ പദ്ധതി വിഹിതം അതിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ബാക്കിയുള്ള ആവശ്യമുള്ളത് MLA-യെയും MP-യെയും കണ്ടെത്തിക്കൊണ്ട് അവരുടെ പ്രോജക്റ്റ് അവരുടെ ഫണ്ട് കൂടെ അതിലേക്ക് വെച്ചുകൊണ്ട് പുതിയ അല്ലെങ്കിൽ പൊതു റോഡുകളായിട്ടുള്ള 6 റോഡുകൾ നമുക്ക് പണിത് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഈലക്കൽ മാതാക്കൽ റോഡ്, കാരക്കാട് റോഡ്, അതുപോലെ തന്നെ നമ്മുടെ കടമനാൽ റോഡ്, ജമാത്ത് റോഡ്, ഹുദ റോഡ് ഉൾപ്പെടെയുള്ള പൊതു റോഡുകൾ നമുക്ക് 6ഓളം റോഡുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഓട സംവിധാനം ഉൾപ്പെടെ കലുക്കുകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അതിനുശേഷം പിന്നീട് എല്ലാ വാർഡിലേക്കും തിരിഞ്ഞു നോക്കിക്കൊണ്ട് എല്ലാ വാർഡിലെയും റോഡുകളുടെ അറ്റകുറ്റപ്പണി 95% പൂർത്തീകരിച്ചു. ബാക്കി 5% ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയിലേക്കും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്. അതിൽ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു വേർതിരിവും ഇല്ലാതെ യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെ തന്നെ എല്ലാ പ്രദേശത്തെയും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണസമിതിയായിരുന്നു ഈ UDF ഭരണകാലത്ത് ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യങ്ങളും ഞങ്ങൾ തീർച്ചയായിട്ടും പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നെ നാളത്തെ തലമുറയുടെ ഒരു ഇൻഫർമേഷൻ സെന്ററും താഴെ തട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ബുദ്ധിവികാസവും എന്ന് പറയുന്ന ഓരോ പ്രദേശത്തെയും അങ്കണവാടികളാണ്. ആ അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ 25 അങ്കണവാടികൾ നമുക്ക് നഗരസഭയ്ക്ക് ഉള്ളിലുണ്ട്. അതിൽ ഈ വർഷം നമ്മൾക്ക് ഏകദേശം നിലവിലെ 9 അംഗൻവാടികൾക്കായിരുന്നു നിലവിൽ നമുക്ക് കെട്ടിടങ്ങളും അതുപോലെ തന്നെ സ്ഥലവും ഉണ്ടായിരുന്നത്. ഓൺ ബിൽഡിംഗിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നമ്മൾക്ക് 5 അംഗൻവാടികൾക്ക് സ്ഥലം വാങ്ങി നൽകാനായിട്ട് സാധിച്ചു. ബാക്കി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ഏകദേശം അടുത്തും എത്തി നിൽക്കുകയാണ്. അപ്പം ഓരോ ഘട്ടമായിട്ടുള്ള കാര്യങ്ങളിൽ ആ ഒരു കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതും നാളത്തെ തലമുറയുടെ വലിയൊരു ഉദ്ദേശ ലക്ഷ്യം കൂടിയാണ് എന്ന ഈ ഒരു ഇത്തരണത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കൂടാതെ നമുക്ക് ഇപ്പോൾ ഈ വികസന സെമിനാറിൽ കൂടുതൽ പ്രാതിനിധ്യം വനിതകൾക്കാണ്. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ധാരാളം പ്രോജക്റ്റുകൾ നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുവാൻ കുടുംബശ്രീയുടെ പ്രവർത്തകർ നമ്മുടെ പ്രിയങ്കരിയായ CDS-ന്റെ വൈസ് ചെയർപേഴ്സൺ ലിസമ്മയും പാരിഷ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിലൂടെ കുറേയധികം അപാകതകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും നാളേക്കുള്ള ഒരു കരുതൽ എന്ന രീതിയിൽ വനിതാ ഘടക പദ്ധതിയിലൂടെ ധാരാളം സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ആവശ്യമായ രീതിയിൽ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണെന്നും ആ കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. കൂടാതെ തന്നെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതു പ്രോജക്റ്റുകൾ ഈ നഗരസഭയുടെ ഡ്രീം പ്രോജക്റ്റുകളായിരുന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണവും. പ്രത്യേകിച്ച് ഇവിടെ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം സമുദായങ്ങൾ കൂടുതൽ തിങ്ങി വസിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരേ ഒരു സ്കീം സ്റ്റേറ്റിന് കിട്ടി. ആ സ്റ്റേറ്റിൽ കിട്ടിയത് നമുക്ക് കോട്ടയം ജില്ലയ്ക്കാണ്. കോട്ടയം ജില്ലയിൽ നമുക്ക് ലഭ്യമായി ഈരാറ്റുപേട്ടയ്ക്കുമായിരുന്നു. കുറേയധികം തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിച്ചുകൊണ്ട് ഇതിന്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് 3.25 കോടി രൂപ നമുക്ക് ലഭിച്ചു. ആ ഫണ്ട് പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ
അഗ്രികൾച്ചറൽ ഹബ് എന്ന് പറയുന്നത് കാർഷിക ഉൽപ്പന്ന വിപണന മാർക്കറ്റാണ്. പക്ഷെ നമുക്കിവിടെ ഉൽപാദനമൊന്നും കാർഷിക മേഖലയിൽ വലുതായിട്ടില്ല. നമ്മുടെ കൃഷി ഓഫീസർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കിട്ടുന്ന ഫണ്ടുകൾ സമയബന്ധിതമായിട്ട് ചിലവഴിച്ചുകൊണ്ട് ഒട്ടും ചോരാതെ തന്നെ നമ്മുടെ പ്രാദേശിക സാമൂഹിക ചുറ്റുപാടനുസരിച്ച് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് ചിലവഴിക്കുമ്പോഴും നമുക്ക് വലിയ രീതിയിലുള്ള കാർഷിക സമ്പത്തുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നഗരസഭാ കൗൺസിൽ ഒരു തീരുമാനമെടുത്തു, 1 ലോക്കൽ ബോഡി 1 പ്രോഡക്റ്റ്. അപ്പൊ ആ 1 പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്പൈസസിനാണ് നൽകിയത്. അപ്പൊ നമുക്ക് സ്പൈസസ് മാർക്കറ്റ് എന്ന രീതിയിൽ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ കടുവാമണി പ്രദേശത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടർ ചെയർമാൻ ആയിക്കൊണ്ട് നമ്മളൊരു നിർമ്മാണം നമ്മളിപ്പോൾ നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വൈസ് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേന്ദ്ര മിനിസ്റ്റർ ജോർജ് കുര്യൻ സാറും ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ സാർ ഉൾപ്പെടെ ധാരാളം ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്ത് പണി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ആ സ്പൈസസ് മാർക്കറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടായിരിക്കും. ഇന്ന് അതാവശ്യമില്ല എന്ന് പറയുന്ന ജനങ്ങൾ നാളെ അതായിരുന്നു ശരി എന്ന് പറയും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ദീർഘവീക്ഷണാടിസ്ഥാനത്തിലുള്ള കാഴ്ചപ്പാടുമായിട്ടാണ് ഈ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ സ്ഥലത്തിന്റെ അപര്യാപ്തത മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള സ്ഥല സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വികസന മേഖലയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ ഒരു ആരംഭമായ കടുവാമണിയിൽ നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് നമ്മുടെ അവിടെ ഉന്മൂലനം ചെയ്യുന്നില്ല, മറിച്ച് മാർക്കറ്റിംഗ് മേഖലയിലേക്ക് ധാരാളം ആൾക്കാർ കടന്നു വരികയും ആ ഭാഗം ധാരാളം ആൾക്കാർ കടന്നു വരുന്ന വാഹനങ്ങളുടെ ഒരു അമിത ഒഴുക്ക് അങ്ങോട്ട് വരും. അതനുസരിച്ച് ആ പ്രദേശത്ത് കച്ചവട സാധ്യതകൾ കൂടും. അതനുസരിച്ച് അവിടെ സ്റ്റാൻഡ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആവശ്യമാണെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെ ബാക്കിലുള്ള അതിന് പിറകിലുള്ള 70 സെന്റ് സ്ഥലം നഗരസഭ അക്യൂർ ചെയ്യുവാനായിട്ട് തീരുമാനമെടുത്ത് ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കൂടെ നമുക്ക് തീർച്ചയായിട്ടും പരിസമാപ്തി കുറിക്കാൻ സാധിക്കും. കൂടാതെ നമുക്ക് അതിനോടൊപ്പം തന്നെയായിരുന്നു നമുക്ക് ഒരു ഫണ്ടിലൂടെ ലഭിച്ചിട്ടുള്ളത് വിമൻ സ്കിൽ ഡെവലപ്മെന്റ്. അത് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ മുകളിൽ പൊളിക്കുവാനുള്ള ബിൽഡിംഗ് അല്ല, മറ്റേ 2006 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് നമ്മൾ ഇരുന്നപ്പോൾ നമ്മളുടെ ഒരു വനിതാ ഉൽപ്പന്ന വിപണന കേന്ദ്രം എന്ന രീതിയിൽ അന്നിരുന്ന മരണപ്പെട്ട നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഒരു ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തിരുന്നു. അതിന്റെ മുകളിലായിട്ട് അവിടെ എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞു. 14 കമ്പ്യൂട്ടർ സ്കിൽ ഡെവലപ്മെന്റിനുള്ള സംവിധാനങ്ങളാണ്. അത് നമുക്ക് വനിതകളിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് അവരുടെ ഒരു പരിശീലന മാർഗത്തിലൂടെ അവർക്കൊരു സ്വയം സംരംഭകരായിട്ട് മാറുവാനുള്ള സാഹചര്യങ്ങളിലൂടെ ഒരുക്കിക്കൊണ്ട് നമ്മൾ നഗരസഭ മുന്നോട്ട് പോകുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, നമ്മൾ സംരംഭകരെ വ്യവസായ സംരംഭസഭ നമ്മൾ സംഘടിപ്പിച്ചു. ഈ 3ാമത്തെ വർഷവും 100% അച്ചീവ് ചെയ്ത ജില്ലയിലെ ഏക നഗരസഭ ഈരാറ്റുപേട്ട നഗരസഭയാണ്. ആ സംരംഭക വ്യവസായ സംരംഭത്തിനുള്ള അല്ലെങ്കിൽ 100% വിജയിച്ച സംവിധാനത്തിനുള്ള അവാർഡും ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് ലഭിച്ചു. ഈ പ്രാവശ്യം നമ്മൾ അതിലൂടെ ധാരാളം യുവ സംരംഭകരെ കണ്ടെത്തിക്കൊണ്ട് ശുഷ്കമായ കയ്യിലൂടെ അല്ലെങ്കിൽ ആശയങ്ങളുണ്ട്, ധാരാളം അംബീഷനുണ്ട്, വിഷനുണ്ട്, പക്ഷേ കയ്യിൽ ഒന്നുമില്ല, ശൂന്യമായ അവസ്ഥയിൽ എന്ത് ചെയ്യുമെന്ന് പറയുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കളെ കണ്ടെത്തിക്കൊണ്ട് അവർക്കൊരു വരുമാന മാർഗമെന്ന സ്വയം തൊഴിൽ പര്യാപ്തതയിലൂടെ സ്വയം തൊഴിൽ സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ ആ സംവിധാനം പ്രയോജനപ്പെടുത്തിയത്. അത് നഗരസഭയ്ക്ക് പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു. പിന്നെ നമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അത് നമ്മൾ ഫെബ്രുവരി 15-ാം തീയതി വരെയാണ് അവിടെ നിലവിലുള്ള കച്ചവടക്കാർക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. താമസമില്ല അവരെ മാറ്റിക്കൊണ്ട് അത് ലേല നടപടികൾ പൊളിക്കുന്നതിനുള്ള ലേല നടപടികൾ കൈക്കൊണ്ടു കഴിഞ്ഞു. 5,30,000 രൂപയ്ക്ക് ലേലം കൊണ്ടു. അപ്പോൾ അത് താമസമില്ല പൊളിച്ചു മാറ്റിക്കൊണ്ട് ധാരാളം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കാണുന്നുണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങളുമൊക്കെ. ആ വിമർശനങ്ങളെല്ലാം ഞങ്ങൾ കൂടുതൽ സ്വീകാര്യമായിട്ട് ചേർത്ത് നിർത്തുകയാണ്. കാരണം ഓടിക്കാൻ ആളുണ്ടെങ്കിലേ ഓടുവാൻ സ്പീഡ് കൂടുകയുള്ളൂ. ആ വിമർശനങ്ങളെല്ലാം ശിരസ വഹിച്ചുകൊണ്ട് അതിന്റെ അപര്യാപ്തതകളെ കണ്ടെത്തിക്കൊണ്ടാണ് സമ്പൂർണ്ണമായിട്ടാണ് നമ്മളൊരു സംവിധാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ വിമർശനങ്ങൾ എന്ന് പറയുന്നത് അത് ജനപ്രതിനിധികൾക്ക് നേരെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അത് പുതിയതായിട്ടുള്ള സംവിധാനങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മുടെ കമ്പൻസേഷൻ ഉൾപ്പെടെ നമ്മൾക്ക് അവിടെ പൊളിച്ച് നീക്കേണ്ടതായിട്ട് വരും. നീക്കിക്കഴിഞ്ഞാൽ താമസമില്ല പാരലായിട്ട് നമ്മളത് പണിയുവാനുള്ള സംവിധാനങ്ങളോട് ഏർപ്പെടുത്തുകയാണ്. നമ്മൾ നബാർഡിനെ KURDFC ആണ് സമീപിച്ചിട്ടുള്ളത്. ഏകദേശം 23 കോടി രൂപ മുതൽ മുടക്കിൽ 66
ഇപ്പോൾ നമുക്ക് നമ്മുടെ ബസ് പാർക്ക് ചെയ്യണം, വാഹനം പാർക്ക് ചെയ്യണം, അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വരണം. നമുക്ക് റിട്ടേൺ ആയിട്ട് നഗരസഭയ്ക്ക് ഒരു വരുമാന സോഴ്സ് കൂടെ ഉണ്ടാകണം. അതായത് നഗരസഭയുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ നൽകുന്ന GST-യുടെയും വിവിധ പ്രൊഫഷണൽ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് എന്നിവയിലൂടെ മാത്രമല്ല, നഗരസഭയ്ക്ക് സ്വന്തമായിട്ട് തനത് വരുമാനം വർദ്ധിപ്പിക്കേണ്ടതും ഓരോ ഭരണകർത്താക്കളുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആ റിട്ടേൺ ആയിട്ട് ഒരു ഇൻകം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ നിർമ്മാണം നടത്തുന്നത്. അത് താമസമില്ല നമുക്ക് നടത്തി പൂർത്തീകരിക്കാനൊന്നും സാധിച്ചില്ലെങ്കിലും ഓരോ ജനപ്രതികളും കടന്നു വരുമ്പോൾ അവര് ബാക്കിയുള്ള കാര്യങ്ങളുടെ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഡ്രീം പ്രോജക്റ്റിൽ ഉൾപ്പെട്ട ഈ 2 കാര്യങ്ങളുടെ നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വെള്ളപ്പൊക്ക ഭീഷണി നമ്മൾ ധാരാളം നേരിട്ടു. സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് നമ്മൾ മീനച്ചിലാർ പുനർജനി എന്ന് പറഞ്ഞ രീതിയിൽ വലിയ മിഷനോടുകൂടി നമ്മുടെ മീനച്ചിലാർ ശുദ്ധിയാക്കിയത്. അത് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാണ് മറ്റ് ജില്ലക്കാരെല്ലാം ആ ഒരു സംവിധാനത്തിലേക്ക് വന്നത്. ആ കാലഘട്ടം മുതൽ നാളെ വരെ നമുക്ക് വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും ബാക്കിയും നമുക്ക് കാര്യങ്ങളുടെ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യാപാര മേഖലയ്ക്കും അതുപോലെ നമ്മുടെ നാടിനും ഒക്കെ ഉണർവുണ്ടാകുന്ന തരത്തിലേക്ക് യാതൊരു നാശനഷ്ടവും ഇല്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നമുക്കൊരു പരിധി വരെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോകണം. റോഡും ആറും ഒക്കെ സുന്ദരമായി ഒഴുകുന്നതോടൊപ്പം തന്നെ അവയ്ക്കും ജീവനുണ്ട്. അവയ്ക്കും നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം പോലെ നാഡീ ഞരമ്പുകളും എല്ലാം നാഡീ വാഹിനി കുഴലുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ അടച്ചു വെക്കാതെയും അടയപ്പെടാതെയും ഒക്കെ സുന്ദരമായി ഒഴുകുവാനും സ്വച്ഛതമായി അത് അറബിക്കടലിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു സാഹചര്യമൊക്കെ നമ്മൾ ഒരുമിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. തോടുകളിലേക്കുള്ള വലിച്ചെറിയലൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അംഗൻവാടി തലത്തിലൊക്കെ ആശാവർക്കർമാരൊക്കെ കൂടുമ്പോഴും മദേഴ്സ് മീറ്റിങ്ങുകളൊക്കെ നിങ്ങൾ കൂടുമ്പോഴും കൃത്യമായിട്ട് ഈ അവബോധം വെച്ചുകൊണ്ട് തന്നെ ക്ലാസുകൾ നയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നാളെയുടെ ഒരു കരുതലായിരിക്കണം നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ ഉണ്ടാകേണ്ടത്. ആ രീതിയിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു മുന്നേറ്റം തന്നെ നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് നടത്തുവാൻ സാധിക്കും. സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള മാലിന്യമുക്ത നാടായിട്ട് അല്ലെങ്കിൽ ഗ്രീൻ സിറ്റി എന്ന രീതിയിൽ സുന്ദര നാട് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ആ രീതിയിലെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ വികസന സെമിനാറിൽ കരട് പദ്ധതിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. കൃത്യമായിട്ട് വായിച്ചു നോക്കി കൂടുതലായിട്ട് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഇപ്പോൾ തന്നെ പറയുക. നമ്മൾ ഫൈനലൈസ് ചെയ്തു പോകുന്ന പദ്ധതി രേഖയിൽ അവ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ 28 കൗൺസിലർമാരും ആലോചിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്ലാൻ ക്ലർക്ക് ലത ഞാൻ വിട്ടുപോയി. വളരെ എന്താ പറയണ്ടേ, ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും വന്നിരുന്ന് വർക്ക് ചെയ്തുകൊണ്ട് അവർ ഉദ്യോഗസ്ഥരാണ്. അവരുടെ ഉത്തരവാദിത്വമാണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നഗരസഭയിൽ കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻ ക്ലർക്കിനെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ കടന്നു വന്നിട്ടുള്ള മുഴുവൻ നിർവഹണ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിച്ചുകൊണ്ടും 24-25 വാർഷിക പദ്ധതി ഇനിയും 2 മാസം കൂടെ നമുക്കുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിർവഹണം നടത്താൻ ഇനിയും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിർവഹണം നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും 25-26 വാർഷിക പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനവും എല്ലാ രീതിയിലുള്ള സഹകരണവും ഉണ്ടാകണമെന്ന് മുഴുവൻ ഈ വികസന സെമിനാർ കൂടിയ മുഴുവൻ പേരോടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ 25-26 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാർ ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ഫാസിൽ അഫ്സർ ക്ഷണിച്ചു. ഇന്നത്തെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുഹാന ജിയാസ്, ഷെഫ്ന അമീന്, ഫസൽ റഷീദ്, എന്റെ സഹകൗൺസിലർമാര്, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, ഈ എല്ലാ വർക്കിംഗ് ഗ്രൂപ്പിൽ ശക്തിയ വാർഡ് പ്രതിനിധികളെ എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ അധികാര കേന്ദ്രത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് 25 വർഷം പൂർത്തീകരിച്ച ഈ ഘട്ടത്തിൽ
14 പഞ്ചവത്സര പദ്ധതിയിലെ 4ാം വാർഷിക പദ്ധതിയായ 25-26 വർഷത്തിലെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിസിനസ് സെമിനാറാണ് ഇന്നിവിടെ ചേരുന്നത്. നിലവിലുള്ള ഭരണസമിതിയിലെ കാലയളവിലെ അവസാന വാർഷിക പദ്ധതിയാണിത്. അതുകൊണ്ട് തന്നെ തുടർന്ന് വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായിരിക്കണം ആദ്യ പരിഗണന നൽകേണ്ടത്. പുതിയ പ്രൊജക്ടുകളുടെ കാര്യത്തിൽ ഏറ്റവും ആവശ്യം വേണ്ടതും കൂടുതൽ ഫലപ്രാപ്തിയുള്ളതും 2025 നവംബർ മാസത്തിന് മുൻപ് പൂർത്തീകരിക്കാൻ കഴിയുന്നതുമായ പ്രൊജക്ടുകൾക്കായിരിക്കണം മുൻഗണന നൽകേണ്ടത്. മുൻനിര പരിപാടികൾ പ്രധാനപ്പെട്ട അധികാരികളുടെ നിർമ്മാണത്തിന് ഈ വാർഷിക പദ്ധതിയിൽ ഏറ്റവും ഉയർന്ന മുൻഗണന നൽകണം. പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിർദ്ദേശിച്ച പ്രകാരമാണ് പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. മുൻ വാർഷിക പദ്ധതികളിലെ അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ട് വരും വർഷങ്ങളിൽ പദ്ധതികൾ മെച്ചപ്പെട്ട രീതിയിൽ തയ്യാറാക്കുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. പ്രാദേശിക സാമ്പത്തിക വികസനവും തൊഴിലവസരങ്ങളുടെ സൃഷ്ടിയും 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പലതും പ്രധാനമാണ്. പ്രാഥമിക ഉൽപാദന മേഖലകളായ കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, ക്ഷീരവികസനം തുടങ്ങിയ മേഖലകളിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വിവിധ വിളകളുടെയും വലിയ സംരംഭങ്ങളുടെയും വിസ്തൃതിയും ഉൽപാദനക്ഷമതയും പരമാവധി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രൊജക്ടുകൾ നമ്മൾ ആസൂത്രണം ചെയ്യണം. പച്ചക്കറി, മുട്ട എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടാനും പാൽ ഉൽപാദനത്തിൽ മികച്ച ഉൽപാദനം കൈവരിക്കാനും തുടർന്ന് പ്രൊജക്ടുകൾ ഏറ്റെടുക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് 2025-26 വാർഷിക പദ്ധതിയിൽ പ്രത്യേക പരിഗണന നൽകേണ്ടതാണ്. നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണി, നിലവിലുള്ള റോഡുകളുടെ ഭവന നിർമ്മാണം, മെയിൻ്റനൻസ് ഫണ്ട്, വികസനം, പ്രളയ നിവാരണം, വളർച്ചാ പ്രതിരോധം എന്നീ ഘടകങ്ങൾ ഉൾപ്പെടുത്തി സമഗ്ര ജലവിഭവ നിർമ്മാണത്തിനുള്ള പ്രൊജക്ടുകൾ ഏറ്റെടുക്കേണ്ടതാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, കടലാക്രമണം മൂലമുള്ള തീരാശോഷണം, വരൾച്ച തുടങ്ങിയവ പ്രതിരോധിക്കാനും അതുമൂലമുള്ള ദുരിതങ്ങൾ പിന്തുണയ്ക്കാനും പഠനത്തിൽ തയ്യാറാക്കേണ്ടതും അതിനനുസൃതമായി പ്രൊജക്ടുകൾ രൂപം നൽകിയ ഘട്ടഘട്ടമായി നടപ്പാക്കേണ്ടതാണ്. ലൈഫ് പ്രൊജക്ട് അൻപത് കൺട്രോൾ പ്രോഗ്രാം നടപ്പാക്കുന്നതിനും പെരുമാശയം പരിഹരിക്കുന്നതിനുള്ള പ്രൊജക്ടുകൾ, പരമ്പരാഗത പെരുവിളക്കുകൾ മാറ്റി LED ബൾബുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രൊജക്ടുകൾ എന്നിവയ്ക്കും 25-26 വാർഷിക പദ്ധതിയിൽ പ്രാമുഖ്യം നൽകേണ്ടതാണ്. അംഗനവാടികൾക്ക് സ്ഥലം, കെട്ടിടം, ചുറ്റുമതിൽ, കുടിവെള്ളം, ഫർണിച്ചർ, മറ്റ് ഭൗതിക സൗകര്യങ്ങൾ മുതലായവ പ്രദാനം ചെയ്ത് ബാലസൗഹൃദ അംഗനവാടികൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രൊജക്ടുകൾക്ക് പ്രാധാന്യം നൽകണം. എല്ലാ അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടവും സ്ഥലവും ലഭ്യമാണെന്ന് ഉറപ്പാക്കണം. അംഗനവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിക്കേണ്ടതാണ്. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് സ്മാർട്ട് ക്ലാസുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രൊജക്ടുകൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവാഹ ധനസഹായം, മിശ്ര വിവാഹ ധനസഹായം, വിദേശ തൊഴിൽ സഹായം തുടങ്ങിയിട്ടുള്ള അപേക്ഷകളിലെ കുടിശ്ശികകൾ തീർക്കുന്നതിനുള്ള പ്രൊജക്ടുകൾക്കും പട്ടികവർഗ വിഭാഗക്കാർ അധിവസിക്കുന്ന ഉന്നതികളിലെ സമഗ്ര ആവാസ വ്യവസ്ഥയ്ക്കുള്ള പ്രൊജക്ടുകൾക്കും മുൻഗണന നൽകണം. പൊതുപയോഗത്തിനായി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ നടപടികളും ഭിന്നശേഷി സൗഹൃദവും വയോജന സൗഹൃദമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ശുചിത്വമാറ്റ സംസ്കരണ പ്രൊജക്ടുകളിലൂടെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും സംരംഭ വികസനത്തിനും അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായകരമായ പ്രൊജക്ടുകൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കേണ്ടതാണ്. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിനോടൊപ്പം മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ അത് പ്രധാനമാണ്. മാലിന്യമുക്ത നവകേരളം, ജനകീയ കാമ്പയിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ട്, സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് തുടങ്ങിയവ വാർഡ്സഭാ യോഗങ്ങൾ അവതരിപ്പിച്ച് കരമാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്ന വിടവുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ പ്രൊജക്ടുകൾ നിർബന്ധമായി പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിനായി ജൈവമാലിന്യ ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിനുള്ള പ്രൊജക്ടുകൾ ഹരിതകർമ്മസേനയുടെ സംരംഭ പ്രവർത്തനമായി ഇനോക്കുലം ലഭ്യമാക്കുന്നതിന് ഉത്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രൊജക്ടുകൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾ, ആർദ്രം, ഡയാലിസിസ് രോഗങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ എന്നിവയ്ക്ക് മതിയായ തുക പ്രൊജക്ട് വകയിരുത്തേണ്ടതാണ്. നഗരസഭയുടെ 1996 മുതലുള്ള വിവിധ പഞ്ചവത്സര പദ്ധതികളുടെ നിർവഹണത്തിലൂടെ നാം നേടിയ അനുഭവ പരിചയം നഗരസഭയുടെ പൊതു പ്രവർത്തനക്ഷമത ഗണ്യമായി വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളതാണ്. കഴിഞ്ഞുപോയ 2 മഹാപ്രളയങ്ങളും കോവിഡ് മഹാമാരിയും അതിജീവിച്ചാണ് നാം 14ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഇതിന്റെ 4ാം പദത്തിലേക്ക് ചുവടുവയ്ക്കുന്ന ഈ സാഹചര്യത്തിൽ വൈവിധ്യമാർന്ന വികസന പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും നടപ്പിലാക്കുവാനുള്ള പ്രവർത്തികൾ നാം ആർജിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നഗരസഭയുടെ ശേഷിയും കാര്യക്ഷമതയും ഇനിയും വർദ്ധിപ്പിക്കാനാണ് 14ാം പഞ്ചവത്സര പദ്ധതിയുടെ നാം ശ്രമിക്കേണ്ടത്. പൊതുവികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയും മറ്റ് സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള അനുകരണീയമായ മാതൃകകളെ അടിസ്ഥാനമാക്കിയും നമ്മുടെ ഈ വർഷത്തെ വികസന പ്രശ്നങ്ങൾ രൂപീകരിക്കേണ്ടതാണ്. വൈജ്ഞാനിക സമൂഹം, മാനവിക വികസനം,
സുസ്ഥിര വളർച്ച എന്നിവയാണ് 14ാം പഞ്ചവത്സരത്തിലെ മുദ്രാവാക്യങ്ങൾ. പ്രാദേശിക സാമ്പത്തിക വികസനവും തൊഴിലവസരങ്ങളുടെ സൃഷ്ടിയും എന്ന 14ാം പഞ്ചവത്സര പദ്ധതിയിലെ ലക്ഷ്യങ്ങൾ സാധ്യമാക്കാൻ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്ക് നമ്മൾ രൂപം നൽകണം. അതനുസരിച്ചുള്ള പ്രൊജക്ടുകൾ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇരാറ്റുപേട്ട നഗരസഭ പരിധിയിലുള്ള ജനങ്ങളുടെ സമഗ്ര വികസനവും പുരോഗതിയുമാണ് പദ്ധതി ആസൂത്രണത്തിന്റെ മുഖ്യ ലക്ഷ്യം. പദ്ധതി പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശം നൽകുന്നതിന് 16 പദ്ധതികൾക്കാണ് നിലവിലുള്ളത്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ വികസന കാഴ്ചപ്പാടിലൂന്നി കേന്ദ്ര സംസ്ഥാന പരിപാടികൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, മിഷനുകൾ എന്നിവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുവാനും ഏകോപിപ്പിക്കുവാനും വേണ്ട നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. നഗരസഭയുടെ അനിവാര്യ ചുമതലയായ ഖരദ്രവ മാലിന്യ സംസ്കരണത്തിന് പ്രൊജക്ടുകൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. തെരുവുള്ളവരുടെ പരിപാലനം നമ്മുടെ വലിയ അനിവാര്യ ചുമതലയാണ്. പരമ്പരാഗത ചെറുവിളക്കുകൾ മാറ്റി LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് പ്രൊജക്ടുകൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ദുരന്ത മാനേജ്മെന്റ് പ്ലാൻ താൽക്കാലികമായി പരിഷ്കരിക്കേണ്ടതും കാലാവസ്ഥാ വ്യതിയാന പ്രകാശ കർമ്മങ്ങൾ തയ്യാറാക്കുന്നതുമാണ്. ഉൽപാദനം, സേവനം, പശ്ചാത്തലം എന്നീ 3 മേഖലകളായിട്ടാണ് പ്രൊജക്ടുകൾ തരംതിരിക്കേണ്ടത്. നഗര ഗതാഗതവും റോഡുകളും പാർക്കിംഗ് സൗകര്യങ്ങൾ, നഗരകേന്ദ്രങ്ങളുടെയും ജംഗ്ഷനുകളുടെയും നവീകരണം, സൗന്ദര്യവൽക്കരണം, റോഡ് സുരക്ഷ, ശുചിത്വം, പാർക്കുകൾ, പ്ലേ ഗ്രൗണ്ടുകൾ, സമ്മേളനങ്ങളും എക്സിബിഷനുകളും, അടുത്തുവാങ്ങുന്ന മൈതാനങ്ങൾ, പൊതുസ്ഥലങ്ങളുടെ സംരക്ഷണം, അതിഥിത്തൊഴിലാളികൾ, പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഉപയോഗം, ചേരി വികസനം, കുളങ്ങളുടെയും ജലാശയങ്ങളുടെയും സംരക്ഷണം, പൊതു ശൗചാലയങ്ങൾ, ഷീലോഡ്ജ്, വഴിയോര കച്ചവടക്കാരുടെ സൗകര്യം, ദുരന്ത നിവാരണം, അതിജീവനക്ഷമത, ഊർജ്ജ സംരക്ഷണം എന്നിവയ്ക്കാണ് 14ാം പദ്ധതി സംരക്ഷണ മുൻഗണന നൽകേണ്ടത്. പൊതുവിഭാഗം, പ്രൊഫഷണൽ ഫണ്ട്, പട്ടികജാതി പട്ടികവർഗ, റോഡ് ഇതര ഫണ്ട് എന്നിവ കാര്യത്തിൽ 2024-25 വിഭജനത്തിന് തുല്യമായ ഫണ്ട് ലഭിക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് 2024-25 വാർഷിക പദ്ധതി വിധമായ വിവിധ ഫണ്ടുകളിലായി 10,48,123 രൂപ മാത്രം ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ഈ തുക പ്രകാരമുള്ള പദ്ധതികൾ വിഭാവനം ചെയ്ത് ഉൽപാദനം, സേവനം, പശ്ചാത്തലം തുടങ്ങിയ മേഖലകളിലായി പദ്ധതികൾ തയ്യാറാക്കി നിർവ്വഹണം നടത്തേണ്ടതായിട്ടുണ്ട്. പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ, വാർഡ്സഭാ യോഗങ്ങൾ ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും ഉതകുന്ന വിധത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനായി പ്രത്യേകം ഭിന്നശേഷി വാർഡ്സഭ എന്നിവ രൂപീകരിച്ചിട്ടുള്ളവർ ആയതിനാൽ ലഭിച്ച പദ്ധതി നിർദ്ദേശങ്ങൾ കരട് പദ്ധതി വികസന സെമിനാർ അവതരിപ്പിക്കേണ്ടതുമാണ്. 25-26 വികസന പദ്ധതിയുടെ രൂപമായി ഇന്ന് നടക്കുന്ന വികസന സെമിനാറിന് നിർദ്ദേശങ്ങളും പുതിയ പദ്ധതി രൂപീകരണത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇന്നിവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പുതിയ പദ്ധതി രൂപീകരണത്തിന് ഏറെ സഹായകരമാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കാമെന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വികസന നിർദ്ദേശങ്ങളും ആശംസമായി ക്ഷണിക്കുകയാണ്. ആദ്യം നാസർ വകുപ്പ്. ഏറ്റവും ബഹുമാനായ യോഗ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇലിയാസ്, നമ്മുടെ ഈ വികസന ഒരു പദ്ധതി കരട് രേഖയാണ് ഇവിടെ അവതരിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ വാർഡുകളിലൊക്കെ കൗൺസിലർ കൃത്യമായി നമ്മുടെ വാർഡ് തലത്തിൽ ചെയ്യേണ്ട പ്രവൃത്തികളെ കുറിച്ചൊക്കെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരം പൊതു ചർച്ച നടക്കുമ്പോൾ പുതിയ ആശയങ്ങളും പുതിയ അഭിപ്രായങ്ങളും വന്ന് അതൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ നമ്മൾ കൂടിയിട്ടുള്ളത്. വാർഡ് തലത്തിനപ്പുറം പൊതു പദ്ധതികൾ നമ്മുടെ ടൗൺ ബ്യൂട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ നദികളും തോടുകളും പൊതു ഇടങ്ങളൊക്കെ നമുക്ക് മാലിന്യമുക്തമാക്കിക്കൊണ്ട് ഈരാറ്റുപേട്ടയുടെ പേര് ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ വിവിധ പദ്ധതികൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ നല്ല നല്ല നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നമ്മുടെ ഈ ടൗണിലെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്, ബ്യൂട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പത്തനംതിട്ട MP ശ്രീ ആന്റോ ആന്റണി 50 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിലെ 2 കോസ്റ്റേ പാലങ്ങൾ, നടപ്പാത ഉൾപ്പെടെ വളരെ നല്ല രീതിയിൽ അത് ഭംഗിയാക്കുന്നതിനും ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് വളരെ ആകർഷകമാക്കുന്നതിനുള്ള പദ്ധതിയാണ് നമ്മൾ 1ാം ഘട്ടം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 1-2 സ്ഥലങ്ങൾ മാലിന്യ കൂമ്പാരമായി കിടക്കുന്ന മഞ്ചാടിത്തുരുത്തും നമ്മുടെ കിസ്കോയുടെ ഭാഗത്തുള്ള ആ
സ്ഥലവുമൊക്കെ കുട്ടികൾക്കുള്ള പാർക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ആലോചിക്കുന്നതിനായിട്ടൊക്കെ നിങ്ങൾ ഇടപെട്ട നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇല്ലാത്തവരുടെ വിവിധ ഭാഗങ്ങൾ, ഇപ്പോൾ പൊതുയിടങ്ങൾ വാർഡ് തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ പൊതു റോഡുകളുടെ വശങ്ങളിലൊക്കെ നമ്മുടെ എളുവാടി ഭാഗത്ത് നമ്മളിപ്പോൾ പണി ആരംഭിച്ചിട്ടുള്ള നമ്മുടെ ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉള്ളാൻഡ് ജംഗ്ഷനിലും തെക്കേക്കരയിലും നടക്കലൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഏകദേശ രൂപം നമ്മളിവിടെ തയ്യാറാക്കുന്നതിന് അപ്പുറം അതിൻ്റെ ഒരു ഫൈനൽ രൂപം ഇത്തരം വേദികളിലാണ് നമുക്ക് ചർച്ച ചെയ്ത് പൂർത്തീകരിച്ച് നടപ്പിലാക്കേണ്ടത്. നമുക്കറിയാം അടുത്ത 4, 5, 6 മാസത്തിനുള്ളിൽ പുതിയ ഭരണ സംവിധാനം വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഭരണസമിതിയുടെ അവസാന കാലഘട്ടമാണ്. അപ്പോൾ ടൗണുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി കുറേ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇവിടെ കൃത്യമായി നമ്മുടെ വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതായിട്ടുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമുക്കറിയാം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി വലിയ ആരോപണങ്ങളും വലിയ ചർച്ചകളും അതിൻ്റെ പേരിലൂടെ നടക്കുന്നുണ്ട്. അപകടാവസ്ഥയിലായ ബസ് സ്റ്റാൻഡ് ഈ മാസം തന്നെ ഈ ഫെബ്രുവരി 21 അവിടെയുള്ള പുതിയ കച്ചവടക്കാരെ ഒഴിവാക്കി അത് പൊളിച്ചു മാറ്റി പുതിയ ഒരു 50 വർഷത്തേക്ക് ദീർഘവീക്ഷണത്തോടുള്ള വലിയ നല്ല രീതിയിലുള്ള പ്ലാൻ തയ്യാറാക്കി അതിന്റെ അപ്രൂവലൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ആരംഭിക്കണം, പരിപാടികൾ ആരംഭിക്കണം. അതുപോലെ തന്നെ ഈ കണ്ടൽ പദ്ധതിയിൽ പറയുന്നത് പോലെ വാർഡ് തലത്തിൽ ശുചിത്വാലയങ്ങളും പറഞ്ഞതുപോലെ നമ്മുടെ ഈരാക്കോട്ട മുനിസിപ്പാലിറ്റി ഭവനരഹിതരായ മുഴുവൻ പേർക്കും വീട് വെച്ച് നൽകുക എന്നുള്ള ഒരു ദൗത്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നടന്നു വരുന്നു. 335ഓളം വീടുകൾ വരുന്ന ഈ 5-8 മാസമുള്ള നമുക്ക് പൂർത്തീകരിക്കാൻ അതിൻ്റെ ഫണ്ടുകൾ നൽകുവാൻ സാധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം ഇനിയിപ്പോൾ എളുവവഴി, നടക്കൽ, തെക്കേക്കര ഭാഗത്ത് 5-6ഓളം കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ ഏറെ പണി ആരംഭിച്ചിട്ടുണ്ട്. 2-3 മാസം അതിൻ്റെ പൂർത്തീകരണമാകും. അപ്പോൾ ഈരാറ്റുപേട്ടയിൽ ഒരു പരിധിവരെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പുതിയ പദ്ധതികൾക്കൊക്കെ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത് നമുക്ക് നമ്മുടെ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ പറ്റും. അതുപോലെ ഞാൻ നേരത്തെ പങ്കുവെച്ച പോലെ ഈരാറ്റുപേട്ടയുടെ സമഗ്ര വികസനം നമുക്ക് ഈ 5-6 മാസം നമുക്ക് പൂർത്തീകരിച്ച് പുതിയൊരു ഭരണസമിതിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പാർലമെന്റ് പാർട്ടിയുടെ ശ്രീ അനസ് പാർട്ടി. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട സംഭവങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യണമെന്നുള്ള ഒരു മീറ്റിംഗാണ് ഇപ്പം ഈ കരട് രേഖ ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ചെയ്യുവാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മുടെ നാടിനും നമ്മുടെ വാർഡിനും വേണ്ടിയുള്ള വികസന രേഖ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഈ വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് കൂടുതൽ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയും നമ്മുടെ നാടിന് വേണ്ടിയുള്ള ഓരോ കാഴ്ചപ്പാടും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടേ വെച്ചിരിക്കുകയാണ്. ആ കാഴ്ചപ്പാടുകൾ നിങ്ങൾ പഠിച്ച് ഈ പദ്ധതി രേഖ പൂർത്തീകരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ നാടിനുതകുന്ന നല്ലൊരു നാളേക്കായി ഈ പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. നടപ്പിലാക്കാൻ പോകുന്ന ഈ പദ്ധതി 2025-26 വർഷത്തിലാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുന്ന ഒരു ഉറപ്പുമില്ല. ഞങ്ങൾ ഏകദേശം 8 മാസം കൂടെ പദ്ധതി പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട്. തീർച്ചയായും ഈ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നമുക്കറിയാം അങ്ങനെ ഭാഗികമായി വികസനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പൂർത്തീകരിക്കാൻ ഈ ഞങ്ങളുടെ 28 പേർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഭവന പദ്ധതി നമുക്കറിയാം 55 കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇനി വരുന്ന ബാക്കി 50ഓളം പേർക്ക് ഇനി കൊടുക്കുവാൻ കിടക്കുകയാണ്. അതുകൂടെ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ച് ഈ മാർച്ച് കഴിയുമ്പോൾ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും എന്നുള്ളതാണ് ചെയർപേഴ്സൺ ഭരണസമിതി അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ ഭരണസമിതിക്ക് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ LDF-ന് സാധിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകുന്ന മാസങ്ങളിൽ ഒന്നിച്ചു നിന്ന്
തന്നെ നല്ല കാര്യങ്ങൾക്ക് ഒന്നിച്ചു നിന്ന് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. മോശമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിന് ഞങ്ങൾ വഴക്കുണ്ടായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളുടെയും നാടിന്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഞങ്ങൾ പടിയിറങ്ങുമ്പോൾ ഇനി ഒരു പഞ്ചവത്സര പദ്ധതി ഒരു സെമിനാർ നടത്തുവാൻ ഒരു അവസരമില്ല. ലാസ്റ്റ് സെമിനാറാണ്. നമ്മൾ ഇനി ഈ വർഷം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ നിങ്ങൾ എന്താണോ പ്രതീക്ഷ അർപ്പിച്ചത് അതെല്ലാം പൂർത്തീകരിച്ചെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി ഇതുവരെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പകുതി വഴിയിൽ നിന്നുപോയ പദ്ധതികൾ ഇനി അടുത്ത ഭരണസമിതി പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ഞങ്ങളുടെ വർഷത്തിൽ ചെയ്തു വെച്ചതാണെന്നുള്ള ഒരു ചാരിതാർത്ഥ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. തീർച്ചയായും ഈ ഇരാറ്റുപേട്ടയ്ക്ക് വേണ്ട സമ്പൂർണ്ണ വികസന പദ്ധതി എന്താണോ അത് ഈ വർഷം എടുത്ത കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് വെക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ചതിൽ ഞങ്ങൾ 28 പേരും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ ഇരാറ്റുപേട്ട സമ്പൂർണ്ണ പദ്ധതിയായ ഇപ്പോൾ കരട് രേഖ വന്നിട്ടുള്ള നമ്മുടെ മാസ്റ്റർ പ്ലാൻ ഇരാറ്റുപേട്ടയ്ക്ക് നടപ്പിലാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വന്നത് 2 നദികളാണ് നമുക്കുള്ളത്. റിവർ വ്യൂ റോഡ് എന്നുള്ള സാക്ഷാത്കാരം അതിലില്ലായിരുന്നു. അത് ഞങ്ങൾ അടിച്ചേൽപ്പിച്ച് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പറയുകയും അത് പൂർത്തീകരിച്ച് മാസ്റ്റർ പ്ലാൻ പൂർത്തീകരിക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിലെല്ലാം ഒന്നിച്ചിട്ട് പ്രവർത്തിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. വരും ഇന്നോ നാളെയോ റിവർ വ്യൂ റോഡ് വരും, അല്ലെങ്കിൽ സമ്പൂർണ്ണ വികസനം പൂർത്തീകരിക്കുമെന്നുള്ള ലക്ഷ്യത്തോടെയല്ല, വരും തലമുറയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമുക്ക് കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളതാണ് വാസ്തവം. തീർച്ചയായും ഇനി വരുന്ന ഈ 8 മാസ കാലയളവ് അല്ലെങ്കിൽ 26 വരുന്ന ഈ കാലയളവിൽ ഒരുപാട് കുടിവെള്ള പദ്ധതികളും പുതിയ ഭവന നിർമ്മാണവും അതുപോലെ തന്നെ പുതിയ റോഡുകൾ തകർന്നു പോയത് നന്നാക്കുവാനും എല്ലാം ഒരുപാട് സാക്ഷാത്കാരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനെല്ലാവരെയും നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക്, ഈ പഞ്ചവത്സര പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. പാർലമെന്റ് മെമ്പർ ശ്രീ അബ്ദുൽ ലത്തീഫ്. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ യോഗത്തിൻ്റെ പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും ഇതുപോലുള്ള മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുകയും അതിൽ വികസന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി വർക്കിംഗ് ഗ്രൂപ്പുകൾ ഇവിടെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യമായി പറയാനുള്ളത് 16ഓളം വർക്കിംഗ് ഗ്രൂപ്പുകൾ ഇവിടെ രൂപീകരിച്ചതിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPIയുടെ ഈരാറ്റുപേട്ടയിലെ ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ ഒരാളെ പോലും അതിൽ ഉൾപ്പെടുത്താത്തൊരു പ്രതിഷേധം ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. കാരണം എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഇവിടെ ഒരു വികസനം സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നാടിൻ്റെ വികസനം മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് 2022 ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു, നമുക്കൊരു പുതിയതായിട്ട് നമുക്ക് വേണ്ടി അത് സ്റ്റേഡിയം വരാൻ പോകുന്നു. ആ ഒരു പോസ്റ്റ് അല്ലാതെ പിന്നീട് നടപടിക്രമങ്ങളിലേക്ക് പോയതായിരിക്കും. ഞാൻ ഒരു വർഷമായി കൂടുതൽ കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ കണ്ടിട്ടില്ല. അതുപോലെ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ഒരു പോസ്റ്റ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. ഈരാറ്റുപേട്ട മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയായിട്ടൊരു ഫോട്ടോ. ഇങ്ങനെ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഒരു നടപടി, എല്ലാം പറയുന്നത്, ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത്. അതിനെ മുനിസിപ്പൽ ഭരണസമിതി അനുമോദിക്കുകയാണ്. കാരണം 80% പ്രവർത്തികളും ഈ യോഗം കൂടി പിരിയുന്നതല്ലാതെ ഒരു പ്രവർത്തനം നടന്നതായിട്ട് എൻ്റെ അറിവില്ല. കാരണം പാവങ്ങൾക്ക് വേണ്ടിയുള്ള ലൈവ് ഭവന പദ്ധതി, അതുപോലെ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ആശ്രയ കിറ്റുകൾ വിതരണം, പാവങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ആശ്രയ കിറ്റുകളുടെ വിതരണം, അതൊന്നും ഇന്ന് ഇവിടെ നടപ്പിലാക്കാതെ ഇവിടെ എന്താ പറയുന്നത്,
ബിൽഡിംഗ് ടാക്സുകളടക്കം അനേകം പിരിച്ചെടുത്ത് വികസന പ്രവർത്തനത്തിന് പകരമായി അതിലെല്ലാം വീഴ്ച വരുത്തിക്കൊണ്ട് ഇവരുടെ ഭരണസമിതിയും, കാരണം ഇത് പറയാതിരിക്കാൻ കഴിയില്ല, കാരണം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി എന്നതിൽ പറഞ്ഞ് മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഇനി 8 മാസം ഉള്ളെങ്കിൽ ആ സമയത്തെങ്കിലും ഈ പാവങ്ങളെ വീടും അത് ആ ആശ്രയ കിറ്റുകളുടെ വിതരണവും അതിലെ കുടിവെള്ളം എല്ലാ മേഖലകളിലും അതിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകണം എന്ന് മാത്രം ആവശ്യപ്പെടുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും. വൈസ് ചെയർമാൻ കൗൺസിലർമാരുടെ വിഷയത്തിന്റെ 25-26 പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പാണ് നമ്മൾ കൂടുന്നത്. അതിന് എല്ലാവിധ ആശംസകളും പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകളൊക്കെ നേടിയെടുക്കും. നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. നമ്മുടെ വാർഡ് കൗൺസിൽ 11ാം വാർഡ് കൗൺസിലർ ആശ്രയ കിറ്റ് സംബന്ധമായ ഒരു വാർത്ത പറഞ്ഞത്. ആശ്രയ കിറ്റ് സംബന്ധമായുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആശ്രയ കിറ്റ് ഒരിടത്തും ഇപ്പൊ കൊടുക്കുന്നില്ല. ഇപ്പൊ കൊടുക്കുന്നത് നഗരസഭയല്ല കൊടുക്കുന്നത്. സീരിയസ് ചെയർപേഴ്സൺ നഗരസഭയ്ക്ക് വെച്ചിട്ട് നഗരസഭ ജില്ലാ മിഷനിലേക്ക് കൊടുത്താൽ ജില്ലാ മിഷനിൽ നിന്നാണ് ഫണ്ട് അനുവദിക്കുന്നത്. അത് നഗരസഭ ചെയർപേഴ്സന്റെ കുറ്റമല്ല, നഗരസഭ സീരിയസ് ചെയർപേഴ്സണാണ് ഇത് നഗരസഭയെ അറിയിക്കേണ്ടത്. ഇതാണ് ഇതിലെ തെറ്റ്. അത് വാർഡ് കൗൺസിലിന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് നഗരസഭ ചെയർപേഴ്സൺ അല്ലെന്നുള്ളത് തിരുത്തിയതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കുടുംബശ്രീ അംഗം പറഞ്ഞതുപോലെ തന്നെ ആശ്രയ കിറ്റ് എന്ന് പറയുന്നത് നമ്മൾ 10 ലക്ഷം രൂപ എല്ലാ വർഷവും ഫണ്ട് വെക്കുന്നതാണ്. അന്ന് മുതൽ നമ്മൾ അതിൻ്റെ ഒരു വിലയിരുത്തൽ സമിതി കൂടണമെന്ന് പറഞ്ഞു. കാരണം 5 വർഷം മുമ്പുള്ള ലിസ്റ്റാണ് ഓൾറെഡി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ആ 5 വർഷം മുമ്പുള്ള ലിസ്റ്റിൽ 5 വർഷം ബാക്കിലേക്ക് പോകുമ്പോൾ ഒരു കുടുംബത്തെ ചിത്രം വെച്ചല്ലായിരിക്കും 5 വർഷം മുന്നിലേക്ക് വരേണ്ടത്. അന്നത്തെ കാലഘട്ടത്തിൽ വിധവയായിട്ടുള്ള ഒരു കുടുംബശ്രീ അങ്ങ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ മകൻ വളർന്ന് ഏകദേശം ഒരു 13, 15 അല്ലെങ്കിൽ 18 വയസ്സുള്ള ഒരാളാണ്. ഇന്ന് അവരെ തേടി സ്വയം കുറച്ചുകൂടെ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കും. പക്ഷേ അവരെ നമുക്ക് ഒഴിവാക്കുകയും വേണം, പുതുതായിട്ട് വന്നിട്ടുള്ള ഏറ്റവും അർഹരായ ഉൾപ്പെടുത്തുകയും വേണം. അപ്പം നിലവിൽ നമ്മൾ നൽകുന്ന ഓരോ വാർഡിലും നോക്കുമ്പോൾ അനർഹരായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ട് അർഹരായിട്ടുള്ളവരെ നമ്മൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വിലയിരുത്തൽ സമിതി കൂടണം. സമയബന്ധിതമായിട്ട് വിലയിരുത്തൽ സമിതി കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ കുടുംബശ്രീയുടെ ഉത്തരവാദിത്തമാണ്. അത് അവർ ചെയ്താൽ നഗരസഭ വെക്കുന്ന ഈ 10 ലക്ഷം രൂപ മാത്രം മതി. ഒരു ജില്ലാ മിഷന്റെ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അർഹമായ കരങ്ങളിലേക്ക് ആ കിറ്റ് എത്തിക്കാം. പക്ഷെ ഇത് ഒത്തിരി ലിസ്റ്റാണ്. പക്ഷെ നമ്മളിത് ജില്ലാ മിഷനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് യാതൊരു റെസ്പോണ്ടും ഉണ്ടായിട്ടില്ല. പിന്നെ നഗരസഭ വെച്ച് ഫണ്ട് തീർന്നു. ഇനിയിപ്പോൾ ജില്ലാ മിഷന്റെ ഫണ്ട് കിട്ടിയാൽ മാത്രമേ. അതുപോലെ ഈരാറ്റുപേട്ട നഗരസഭയിൽ മാത്രമല്ല കൊടുക്കാതുള്ളത്, മുഴുവൻ നഗരസഭകളിലും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ലൈഫ് പദ്ധതിയുടെ കാര്യം പറഞ്ഞു. അത് നമുക്ക് 2 ടേമിലെ ഒരു ഭരണകർത്താക്കളെയും കുറ്റം പറയുകയല്ല, 2 ടേമിലെ പൈസ ഒന്നിച്ചെടുത്തു പോയി. അപ്പം 10 കോടി 94 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കാനുണ്ട്. ഓരോ വർഷവും 73 ലക്ഷം രൂപ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് 395 5ാമത്തെ DPR ഉൾപ്പെട്ട 395 വീടുകൾ കൊടുക്കാനുണ്ട്. സാധാരണ പാവപ്പെട്ട ധാരാളം സഹോദരിമാർ നിരന്തരം വന്ന് കടന്നു പോകുന്നുണ്ട്. പക്ഷെ നഗരസഭ കൊടുക്കാനുള്ള 2 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോഴും ഇനി എന്തെന്നൊരു ചിന്ത. കാരണം ഇത് നമ്മൾ നിലവിലുള്ള സംവിധാനത്തിൽ കിടക്കാനുള്ളവനെ പൊളിച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് നഗരസഭ കൊടുത്തു കഴിയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഫണ്ട് ലഭ്യമാകാതെ വന്നു കഴിഞ്ഞാൽ അവരൊന്നുമല്ലാത്ത കണ്ടീഷൻ പോകും. ആ ഫണ്ടും കൂടെ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഗവൺമെന്റ് നമുക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, അത് നൽകാമെന്നുള്ളത്. അതുകൂടാതെ നഗരസഭ നമ്മളെ വീടുകളിലെ വീട്ടമ്മമാർ മിച്ചം പിടിക്കുന്ന പോലെ ഞങ്ങൾ 28 കൗൺസിലർമാരും ഉൾപ്പെട്ട കൗൺസിലർമാർ അനാവശ്യമായ ചെലവുകളെല്ലാം ചുരുക്കി മിച്ചം പിടിച്ച് 1 രൂപ പോലും ലോണില്ലാതെ 56 വീടും, അതിലൊരു പാർഷ്വാലിറ്റിയും കാണിച്ചില്ല, 28 വാർഡ് 28x2 എന്നുള്ള രീതിയിൽ 56 വീട് നമ്മൾ കൊടുത്തു. പക്ഷെ നമുക്ക് ഇനി കുറേ ബാധ്യത നഗരസഭകൾക്കുള്ളത് കൊണ്ട് അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ വിവിധ 2 ഗവൺമെന്റിന്റെയും പൈസ വരുന്ന മുറയ്ക്ക് ആ 395 വീടും കൂടെ കൊടുക്കാം. പിന്നെ എൻ്റെ കൗൺസിലർ ഒരു ആക്ഷേപം പറഞ്ഞു. ഞാൻ പറഞ്ഞു കരടാണ് ചേർക്കേണ്ടത് ചേർക്കും. പിന്നെ മുനിസിപ്പൽ ഓഫീസിന്റെ കാര്യം പറഞ്ഞു.
അത് എല്ലാ രീതിയിലും ഫൈനലൈസ് ചെയ്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടെ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കീഴിലിരിക്കുകയാണ്. കിഫ്ബിയിൽ നിന്ന് ഫണ്ട് കിട്ടാതെ നമുക്ക് മുനിസിപ്പൽ ഓഫീസ് പണിയാൻ പറ്റില്ല. അപ്പം നഗരസഭാ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു പോകുന്നുണ്ട്. കിട്ടാനുള്ള ഒരു ഫണ്ടിൽ മാക്സിമം നമ്മൾ പ്രഷർ ചെലുത്തുന്നുണ്ട്. അത് കിട്ടി വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇതിപ്പോൾ ലാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. നമ്മളിനിപ്പോൾ അടുത്ത നെക്സ്റ്റ് ഇലക്ഷനെ നേരിടുകയാണ്. അപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും നമ്മൾ ചെവിക്കൊള്ളേണ്ടതായിട്ട് കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്ക് ഹിതകരമുള്ള കാര്യങ്ങൾ നമ്മൾ ചെവിക്കൊള്ളും. അല്ലാത്ത കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ നമ്മളത് നീക്കിവിടുന്നതാണ്. ഓക്കെ, താങ്ക് യു. നിർദ്ദേശങ്ങൾ സദസ്സിൽ നിന്ന് വരാത്തതിനാൽ നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിനായി ക്ലീൻ സിറ്റി മാനേജർ രാജനെ ക്ഷണിച്ചോളൂ. ഈ വികസന സെമിനാറിന്റെ അധ്യക്ഷത അലങ്കരിച്ച ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ, ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, സ്വാഗതാംശംസ സെക്രട്ടറി, വിഷയാവതരണം നടത്തിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, ഇവിടെ തിരിക്കുന്ന മുഴുവൻ പ്രതിനിധികൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.